ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരായ ദുസ്വപ്നം അല്ലെങ്കിൽ പേടിപ്പിക്കപ്പെടുന്ന സ്വപ്നം അല്ലെങ്കിൽ ഉത്കണ്ഠ സ്വപ്നങ്ങൾ, രാത്രി സമയത്ത് ഒരിക്കലും ഒരു സന്തോഷം തരാത്ത ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നെറ്റി എഴുന്നേൽക്കുക. ഈ ദുസ്വപ്നങ്ങൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇത് എങ്ങനെ മാറ്റിയെടുക്കാം, ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്, റൂട്ട് കോസ് എന്തൊക്കെയാണ്, ഇതൊരു അസുഖമാണോ, ഇത് ഭയപ്പെടേണ്ട വിഷയമാണോ, ഇവകളെ കുറിച്ചിട്ടാണ്. സോ വളരെ ഇൻട്രസ്റ്റിങ്ങും അതിനേക്കാൾ അപ്പുറത്തേക്ക് ത്രില്ലിങ്ങുമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കെയർഫുള്ളായിട്ട് അവസാനം വരെ വാച്ച് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ആശങ്ക കംപ്ലീറ്റ്ലി നമുക്ക് മാറാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. നമുക്ക് സ്ലീപ്പിംഗ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള എപ്പിസോഡുകളിൽ നിന്നും പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമായും 2 രൂപത്തിലുള്ള ദുസ്വപ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത്. ബേസിക്കലി രണ്ടും സെയിം തന്നെയാണ്. ഒന്ന് നൈറ്റ്മെയർ, 2 നൈറ്റ് ടെറർ. ബേസിക്കലി അവ രണ്ടും തുല്യമാണെങ്കിലും രണ്ടും 2 സമയത്ത് സംഭവിക്കുന്ന അസന്തുഷ്ടിയുള്ള സ്വപ്നങ്ങളാണ്. ഇതിൽ നൈറ്റ് ടെറർ സംഭവിക്കുന്നത് ഏകദേശം ഉറക്കം സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഡീപ്പ് ലെവൽ എത്തുമ്പം ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്താണ് നൈറ്റ് ടെറർ. ഏകദേശം ഒരു അർദ്ധരാത്രി ഉറക്കം സ്റ്റാർട്ട് ചെയ്തൊരു 3 മണിക്കൂറിന് ശേഷം കാണപ്പെടാവുന്ന ഒരു സ്വപ്നമാണ് ഈ നൈറ്റ് ടെറർ എന്ന് പറയുന്നത്. എന്നാൽ അതും തികച്ചും വ്യത്യസ്തമാണ് നൈറ്റ്മെയർസ്. നൈറ്റ്മെയർസ് കാണപ്പെടുന്നത് ഉറക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ഒരു പാരലൈസ്ഡ് സ്റ്റെപ്പായ REM, റാപ്പിഡ് ഐ മൊമെൻറ്റിൽ വരുന്ന 4ാമത്തെ ഒരു സ്റ്റെപ്പ്. ഉറക്കത്തിൽ ഒരു ജീവശവം പോലെ ഇരിക്കുന്ന, നമ്മുടെ ശരീരം ഒരു മൃദു ശരീരത്തെ പോലെ ഇരിക്കുന്ന 4ാമത്തെ സ്റ്റെപ്പിൽ ഏകദേശം ഒരു പ്രഭാതത്തോടടുത്ത് ഉണരുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് സംഭവിക്കാവുന്ന സ്വപ്നങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ കാണപ്പെടുന്ന ഒട്ടുമിക്ക സ്വപ്നങ്ങളും ആ സമയത്ത് കാണുന്നത് ആയതുകൊണ്ടാണ് പലപ്പോഴായി സ്വപ്നങ്ങളുടെ വലിയ ശതമാനം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. എന്നാൽ നൈറ്റ് ടെറേഴ്സ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയത്തില്ല. അവ്യക്തമായി ചിലത് മാത്രം നമ്മൾ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്നു. ഈ 2 സംഭവങ്ങളും മറ്റു സ്വപ്നങ്ങളെ പോലെ ഉറക്കത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയി സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. എങ്കിലും പലപ്പോഴായി ഇത്തരം സ്വപ്നങ്ങൾ അമിതമായി കാണുമ്പോൾ നമ്മളുടെ ലൈഫിൽ സ്ട്രെസ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതോടുകൂടെ തന്നെ ടെൻഷൻഡ് ആയിട്ടുള്ള ആങ്സൈറ്റിയുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു. ഒത്തിരി ഉത്കണ്ഠ മനോഭാവം വരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനാക്റ്റീവ്നെസ് കാണപ്പെടുന്നു. പക്ഷെ നമ്മൾ അറിയേണ്ട ചില റിയാലിറ്റി ഉണ്ട്. ഈ ദുസ്വപ്നം എന്ന് പറയുന്നത് ലോകത്തിലെ പകുതി ജനസംഖ്യയിലും 50% ആളുകളിലും സംഭവിക്കാവുന്ന ഒരു റിയാലിറ്റിയാണ്. അതോടുകൂടെ തന്നെ വളരെ കുറഞ്ഞ ശതമാനം കുഞ്ഞുങ്ങളിലും അത് സംഭവിച്ചേക്കാം. ഈ ദുസ്വപ്നങ്ങൾ കാണപ്പെടുന്ന ആളുകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തപ്പെട്ട പഠനങ്ങളിൽ 90% ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഫേസ് ചെയ്യുന്ന ആളുകളിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും വിഷാദരോഗം, ഡിപ്രഷനോ അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗമോ, ബൈപ്പോളർ ഡിസോർഡേഴ്സോ, അതുമല്ലെങ്കിൽ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കുമ്പോൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ ഒരു മരണം ലൈവായിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ നിന്ന് വിട്ടുപിരിയുമ്പോൾ, അതും അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്സിനോ അബ്യൂസിങ്ങിനോ ഇരയാകുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കിന് ഇരയാകുമ്പോൾ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സും കാണപ്പെടുന്ന ആളുകളിലാണ് ഈ നൈറ്റ്മെയർസ് പ്രധാനമായിട്ടും സംഭവിക്കുക. അതുപോലെ തന്നെയാണ് ആൻറ്റിസൈക്കാട്രിക് പോലത്തെ മെഡിസിൻസുകൾ, സൈക്കാട്രിക് മെഡിസിൻസ് നിരന്തരമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഒരു പക്ഷേ നൈറ്റ്മെയർസ്, ദുസ്വപ്നങ്ങൾ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെയാണ് ഉറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മൊമെൻറ്റിലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ, അത് വലിയ ലാർജ് ഭക്ഷണമാണ് അവർ കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭക്ഷണം അവരുടെ ശരീരത്തിൽ മെറ്റബോളിസം സൃഷ്ടിക്കുന്നു. ബ്രെയിൻ ഫങ്ഷൻസ് ആക്റ്റീവ് ആവാൻ, സാധാരണ ഉറങ്ങുമ്പോൾ ബ്രെയിൻ ഫങ്ഷൻ
ഡീആക്റ്റീവ് ആവേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രെയിൻ ഫങ്ഷൻ ആക്റ്റീവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരിലും ഇത്തരത്തിലുള്ള നൈറ്റ് മെയ്സ് ദുസ്വപ്നങ്ങൾ കാണാം. ഇനി ഇത് സക്സസ്ഫുൾ ആയിട്ട് മാറ്റിയെടുക്കാൻ, ഒഴിവാക്കാൻ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് മാക്സിമം നമ്മളുടെ ബോഡിയെ റിലാക്സേഷൻ ലെവലിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. ബോഡി മസിൽസുകൾ റിലാക്സ് ആവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എഫക്റ്റീവായിട്ടുള്ള യോഗകൾ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, വിഷ്വലൈസിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം, പോസിറ്റീവ് അഫർമേഷൻ ടെക്നിക്സിൽ പ്രാക്ടീസ് ചെയ്യാം. കൂടെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഫേസ് ചെയ്യുന്നവരാണ് എങ്കിൽ എഫക്റ്റീവായ സൈക്കോ തെറാപ്പികളായിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കൂടെ തന്നെയാണ് മ്യൂസിക് തെറാപ്പി, അതേപോലെ ലാഫിംഗ് തെറാപ്പി, ഇത്തരം സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് തരത്തിലുള്ള ഡിസോർഡർ സ്റ്റേജിലാണോ നമുക്കുള്ളത് അത് മാറ്റിയെടുക്കാം. മെൻ്റൽ ഹെൽത്ത് എന്ന സെക്ഷനിൽ നമ്മൾ വിശദമായിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. സോ മാക്സിമം റിലാക്സ്ഡ് ആവുന്ന ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് ഈ നൈറ്റ് മെയ്സ് ഒഴിവാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഒരു സീനോ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുക. അതൊരു പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സംസാരിക്കലാവാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കലാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെർഫോമൻസ് തുടർച്ചയായിട്ട് വാച്ച് ചെയ്യലാവാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ എക്സ്പീരിയൻസുകളോ നമ്മുടെ മുമ്പത്തെ അച്ചീവ്മെൻറ്റ്സുകളോ അവകളെക്കുറിച്ചിട്ട് സംസാരിക്കലാവാം, ചിന്തിക്കലാവാം. ഇത്തരത്തിലുള്ള ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് ഉറങ്ങുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ഈ ദുസ്വപ്നം പറയുന്ന പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. ദുസ്വപ്നങ്ങൾ പറയുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ പല ആളുകളും കണ്ടവരാണ്. നിങ്ങൾക്കെന്തെങ്കിലും ഇത് സംബന്ധമായ രസകരമായ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യുക. സ്ലീപ്പിംഗ് ഹെൽത്തുമായി ബന്ധപ്പെട്ട തുടർച്ചയായിട്ടുള്ള അടുത്ത എപ്പിസോഡുകളുമായിട്ട് വീണ്ടും കാണാം. Welcome to Wellness God TV.